നിങ്ങൾ ഈ പറയുന്ന ഈ വാർത്തയുടെ ചില സംഭവങ്ങളൊക്കെ നിങ്ങൾ വായിച്ചു കാണും. കാശ്മീരിൽ അവിടെ ഭരിക്കുന്ന നാഷണൽ കോൺഫറൻസ് പാർട്ടി, അതിൻ്റെ സീനിയർ എം പിമാർ, പാർലമെൻറ്റേറിയൻസ്, എം എൽ എമാർ, അതേപോലെ മുഖ്യ പ്രതിപക്ഷമായ PDP, കോൺഗ്രസ് ലീഡേഴ്സ്, പിന്നെ അകാലിദളുമായിട്ട് ബന്ധപ്പെട്ട സിഖ് കമ്മ്യൂണിറ്റിയുള്ള ലീഡേഴ്സ് ഒരുമിച്ച് അവിടുത്തെ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുടെ വീടിന് മുമ്പിലും ഓഫീസിന് മുമ്പിലും വലിയ പ്രതിഷേധം നടത്തി. ആ പ്രതിഷേധമാണ് രസകരമായ സംഭവം. അവർ പറയുന്നത് 10% 2023 അവിടുത്തെ ഹിന്ദു കമ്മ്യൂണിറ്റി, അതായത് പഹാടി എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്, ബേസിക്കലി പഹാടി എന്നാണ് പറയുന്നത്, അവരാണ് ഏറ്റവും കൂടുതലുള്ളത്. അതിലുൾപ്പെടെ 4ഓളം കമ്മ്യൂണിറ്റിക്ക്, അതായത് കേന്ദ്ര സർക്കാർ ഒരു സ്റ്റഡി നടത്തി റിപ്പോർട്ട് അനുസരിച്ച് അവർക്ക് 10% റിസർവേഷൻ കൊടുത്തു. അപ്പം നിങ്ങൾ ഈ ബേസിക്കലി കാശ്മീരുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള ചില സ്ഥലങ്ങളുണ്ട്. ഈ പഹാടി എന്നൊക്കെ പറയുമ്പോൾ, പഹാഡ് എന്ന് പറയുന്നത് കുന്ന, അതായത് ഹിന്ദിയിൽ അപ്പം നമ്മൾ ഈ ഹൈ റേഞ്ച് ഹിൽ ഏരിയ എന്ന് പറയുന്നതിനാണ് ഇവർ പഹാഡ്, അതായത് അവിടെ താമസിക്കുന്നവരെ പഹാഡീസ്, അവിടെ അങ്ങനെയാണ് പറയുന്നത്. ഇപ്പം നമ്മൾ ഈ പഞ്ചാബിൻ്റെ ഒക്കെ ബോർഡർ കഴിഞ്ഞിട്ട് ജമ്മുവിലോട്ട് കയറുമ്പോൾ നമുക്കിത് കാണാൻ സാധിക്കും. ഈ പഹാഡുകൾ, അതായത് പാകിസ്ഥാൻ ഇന്ത്യയുടെ ബോർഡർ ഒരു ഭാഗത്ത് വേലി കെട്ടിയിട്ടുണ്ട്, ഒത്തിരി ഭാഗത്ത്. പിന്നീട് അവിടെയെല്ലാം ഇന്ത്യൻ സൈന്യം, ആർമിയുടെ പോസ്റ്റുകളുണ്ട്. അപ്പോൾ ഈ പോസ്റ്റ് ഈ പറയുന്ന കുന്നും പ്രദേശത്തും ലഡാക്ക് അങ്ങനെയുള്ള വലിയ വലിയ ഐസൊക്കെ മൂടിക്കിടക്കുന്ന ഭാഗത്ത് താമസിക്കുന്നവരാണ് ഈ പഹാഡീസ്. അപ്പോൾ നേരത്തെ ഒരു OBC കാറ്റഗറിയിലായിരുന്നു. അത് ഗവൺമെൻറ് സ്റ്റഡി ചെയ്തിട്ട്, കാരണം വളരെയധികം മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റിയാണ്. അപ്പം അതിൻ്റെ കൂടെ അവിടെ ഹിന്ദു ബ്രാഹ്മിൺസും ഉണ്ട് ഈ പഹാഡുമായിട്ട് താമസിക്കുന്നതിന്, മറ്റ് 2-3 കമ്മ്യൂണിറ്റിയുണ്ട്. പക്ഷേ ഈ പഹാഡീസാണ് ഏറ്റവും കൂടുതലുള്ളത്. അവരെയാണ് ഗവൺമെൻറ് OBCയിൽ നിന്നും ഈ ഷെഡ്യൂൾഡ് ട്രൈബ് എന്ന് പറഞ്ഞ കാറ്റഗറിയോട് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഷെഡ്യൂൾ അനുസരിച്ച് അത് മാറ്റിയത്. അപ്പം നമ്മളിതിൻ്റെ കുറച്ച് ഹിസ്റ്ററി മനസ്സിലാക്കിയിരിക്കണം. എന്തിനു വേണ്ടിയാണ് ഈ പറയുന്ന മുസ്ലിം ഗ്രൂപ്പുകളെല്ലാം ഒരുമിച്ച് ഇവർക്ക് കൊടുക്കുന്ന ഈ 10% റിസർവേഷൻ ക്യാൻസൽ ആക്കണമെന്നും പറഞ്ഞുകൊണ്ട് സമരം നടത്തുന്നത്? പുറകിലുള്ള കഥയുണ്ട് ഇതിൻ്റെ അകത്ത്. അതേപോലെ തന്നെ അതിനകത്ത് കോൺഗ്രസ് ഉൾപ്പെടെ ഉള്ളവരാണ് പങ്കെടുക്കുന്നത് ഈ സമരം. ഈ വലിയ പ്രൊട്ടസ്റ്റ് നടത്തുന്ന ഗവൺമെൻറ് ഓഫ് JNK അതിനെപ്പറ്റി പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി അവിടുത്തെ 3 ക്യാബിനറ്റ് മെമ്പേഴ്സിനെ ഏൽപ്പിച്ചു. അപ്പോൾ അതോടുകൂടിയാണ് ആ പ്രൊട്ടസ്റ്റ് ഒന്നും ഇല്ലാതായത്. ഇപ്പോൾ സിഖുകാരും, അതായത് അകാലിദളുടെ അതുമായിട്ട് ബന്ധപ്പെട്ട അപ്പർ കാസ്റ്റ് സിഖുകാരും ഇതിനകത്ത്, ഇപ്പോൾ പഹാഡിയായിട്ട് കമ്മ്യൂണിറ്റി നോക്കുവാണെങ്കിൽ ഇതിനകത്ത് കൂടുതൽ ഹിന്ദുക്കളാണ്. ഈ പഹാഡിക്കകത്ത് മുസ്ലിങ്ങളും ഉണ്ട്. ഇപ്പം ഞാനൊരു സംഭവം പറയാം ഈ പഹാഡിയുമായിട്ട് ബന്ധപ്പെട്ട്. ഈ കാർഗിൽ വാർ സമയത്ത് ഈ കാർഗിലിനകത്തോട്ട് പാകിസ്ഥാൻ പട്ടാളവും ഈ ടെററിസ്റ്റും അകത്ത് കയറിയ കാര്യം, ഈ പഹാഡിയിൽ താമസിച്ച ഒരു മുസ്ലിമാണ് വന്ന് ഇന്ത്യൻ സൈന്യത്തോട് പറയുന്നത്. ആദ്യമായിട്ട് ഇന്ത്യ ഭാഗത്തൂടെ അവർ കയറിയിട്ടുണ്ട്, ഇത്ര പേര് അവിടെ കയറിയിട്ടുണ്ട്, ഇന്ന ആൾക്കാരുണ്ട്. അപ്പം നിങ്ങൾക്ക് പിടികിട്ടും ആരാണ് ഈ പഹാഡീസ് എന്ന് പറയുന്നത്. അതായത് ബേസിക്കലി പഹാഡീസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് മുസ്ലിമുണ്ട്, അതിനകത്ത് സിഖുകാർ വരെ ഉണ്ട് ഈ പഹാഡിക്കകത്ത് കൺവേർട്ട് ചെയ്ത്. പക്ഷെ ഇവർ കറകളഞ്ഞ പാട്രിയോട്ടിക്കാണ്, അതായത് ഇന്ത്യയെ അതിഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നവരാണ്. അപ്പം നിങ്ങൾ ചോദിക്കാം, എങ്ങനെയാണ് ഇന്ത്യൻ സൈന്യവുമായിട്ട് ഈ പഹാഡികൾ ഇത്ര ബന്ധമുള്ളത്? നോർമൽ ക്വസ്റ്റ്യനാണ്. ഒന്നാ ഞാൻ പറഞ്ഞ മാർജിനലൈസ്ഡ് ആണ്, അവർക്ക് സ്കൂളിൽ പോകാൻ പറ്റത്തില്ല. ഈ മലയിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ട് വളരെ ദൂരം 10-60 കിലോമീറ്റർ, അതായത് വലിയ കുന്നിൻ്റെ ഇറങ്ങിയിട്ട് ഇവിടുന്ന് പിന്നെ 10-60 കിലോമീറ്റർ സ്കൂളിൽ പോകുന്നത്, അത് സ്കൂളിലൊന്നും പോകാറില്ല. അപ്പം അടുത്ത ചോദ്യം, ഇവരെങ്ങനെയാണ് ഇന്ത്യൻ സൈന്യവുമായിട്ട് കണക്റ്റഡ് ആയേക്കുന്നത്? അപ്പോൾ ഈ ബോർഡറിലൊക്കെ പോകുമ്പോൾ ഈ വലിയ മലമ്പ്രദേശത്തും ഈ പഹാഡ് അത് പോകുമ്പോഴൊക്കെ കാണാം ഇന്ത്യൻ സൈന്യത്തിൻ്റെ പോസ്റ്റുകൾ കാണാം, പാകിസ്ഥാനുമായിട്ട് അവിടെ മോണിറ്റർ ചെയ്യുന്നത്. അപ്പോൾ ഈ പോസ്റ്റുകളിലൊക്കെ ഈ വണ്ടികൾ പോകത്തില്ല പലയിടത്തും, കാരണം വളരെ ദുഷ്കരമായ രീതിയാണ്. കാരണം ഇങ്ങനെ നടക്കുന്ന കുന്നും ചെരുവ്. പക്ഷെ അവിടെ ജനിച്ച് വളർന്ന ഈ പഹാഡികൾ അവരുടെ തോളയിലും തലയിലുമായിട്ട് ഈ പോസ്റ്റുകളിലോട്ടുള്ള ആഹാരവും പരിപാടികളൊക്കെ എത്തിക്കുന്ന
ജോലിയാണ് ഇവർ മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടി. കാരണം നിങ്ങളവിടെ പോകുമ്പോൾ കാണാം ഈ സാധനങ്ങളെല്ലാം ഇവർ ചുമന്നുകൊണ്ട്, അതായത് ഇങ്ങനെയുള്ള മല 3-4 കിലോമീറ്റർ ഈ തോളത്തും അതായത് പുറത്തും സാധനം വെച്ചോണ്ട് പോകുന്ന ജോലിയാണ് ഇവർ, സ്ത്രീകളും ആണുങ്ങളും 2 കൂട്ടരും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് ആർമി കോൺട്രാക്ടേഴ്സ് ഉണ്ട്, അവരാണ് ഇത് കോൺട്രാക്ട് എടുത്ത് ഇവർക്ക് ജോലി കൊടുക്കുന്നത്. അപ്പം മനസ്സിലാക്കേണ്ട അടുത്ത പോയിന്റ്, ഈ കാശ്മീർ ഇൻസർജൻസി ഭയങ്കരമായ സമയത്ത് അപ്പം ഇതിനകത്ത് ബേസിക്കലി ഹിന്ദുക്കളുമുണ്ട്, അവിടെയുള്ള മുസ്ലിങ്ങളുമുണ്ട്, ഈ സിഖുകാരുമുണ്ട്. അപ്പോൾ ഈ സിഖുകാർ ഈ പറയുന്ന ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറും അതൊക്കെ ബന്ധപ്പെട്ട് ആ കമ്മ്യൂണിറ്റിയെ മാറ്റിയതിൻ്റെ പേരിൽ പിന്നെ അവരെ ഇന്ത്യൻ സൈന്യത്തെ സഹായിക്കുന്ന രീതിയിൽ ഈ ജോലിക്ക് പോകാറില്ല. ഞാൻ ഓരോ കാര്യങ്ങൾ പറയും. പിന്നെ അതിനകത്ത് പോകുന്നത് ഈ പറയുന്ന ഹിന്ദുക്കളും പോകും, മുസ്ലിങ്ങളും പോകും. അപ്പം കാശ്മീർ ഇൻസർജൻസി രൂക്ഷമായ സമയത്ത് അവിടെയുള്ള മുസ്ലിം തീവ്രവാദികൾ, ഇസ്ലാമിക കാശ്മീർ സെപ്പറേറ്റിസ്റ്റ് തീവ്രവാദികൾ അവിടെയുള്ള മുസ്ലിംസിന് താക്കീത് കൊടുത്തു, ഈ ജോലിക്ക് ഇനിയും പോകരുത്, അതായത് ഇന്ത്യൻ സൈന്യത്തെ ഹെൽപ്പ് ചെയ്യുന്ന ഈ ജോലിക്ക് നിങ്ങൾ പങ്കെടുക്കരുതെന്ന് പറഞ്ഞു. 3-4 ഫാമിലിയെ വെടിവെച്ച് കൊന്നു ഇവർ, മുസ്ലിംസായിട്ടുള്ള പഹാഡീസിനെ. അതുകൊണ്ട് അവർ ഈ പരിപാടി പേടിച്ച് ഇവരങ്ങ് നിർത്തി. പിന്നെ അവർ ആടിൻ്റെ പരിപാടി അങ്ങനെയുള്ള പരിപാടികളായിട്ടങ്ങ് പോയി. പക്ഷേ അവിടെയുള്ള ഹിന്ദുക്കൾ, അതായത് അവിടുത്തെ OBC കമ്മ്യൂണിറ്റി, അവർക്ക് പഠിക്കാനൊന്നും പറ്റത്തില്ല, ഇത്രയും സ്കൂളിൽ വളരെ ചുരുക്കം ആൾക്കാരെ പഠിക്കുന്നുള്ളൂ. അപ്പോൾ അവർ ഈ ജോലി പെർഫെക്റ്റായിട്ട് ചെയ്തു. മനസ്സിലാക്കുക, കഴിഞ്ഞ 15 വർഷം കൊണ്ട് ഏകദേശം 200ഓളം പഹാഡി ഹിന്ദുക്കളെ ഈ ഇന്ത്യൻ ആർമിയെ സഹായിക്കുന്നതിൻ്റെ പേരിൽ വെടിവെച്ച് കൊന്നിട്ടുണ്ട്. എന്നിട്ടും അവർ ഉറച്ച് ഇന്ത്യൻ ആർമിക്ക് വേണ്ടി ഇതേപോലെയുള്ള ജോലി ചെയ്യുന്നതിൽ അവർ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടായിട്ടില്ല. അതിൻ്റെ പ്രതിഫലമായിട്ട് 10 വർഷം മുമ്പ് മോദി ഗവൺമെൻറ് ഈ സൈന്യവുമായിട്ട് ചേർന്ന് ഇവർക്ക്, അതായത് ഇവരുടെ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി ആർമി ക്യാമ്പിൻ്റെ അടുത്ത്, അത് ആർമി കൻ്റോൺമെൻറ്റും ആർമി ക്യാമ്പ് ചെയ്യുന്ന സ്ഥലമായിട്ട് ഇവർക്ക് സ്കൂളുകൾ പിള്ളേർക്ക് ഉണ്ടായി കൊടുത്തു. അവരുടെ കുട്ടികളെ അവിടെ കൊണ്ട് നിർത്തിയിട്ട് അവർക്ക് പ്രൊട്ടക്ഷൻ ആർമിയാണ് കൊടുത്തിട്ട് അവരെ ആ സ്കൂളിൽ പഠിപ്പിക്കാം. അത് നരേന്ദ്രമോദി ഗവൺമെൻറ്റാണ് ചെയ്തു കൊടുത്തു. ഇതൊക്കെ ഇവിടുത്തെ കേൾക്കുന്ന കോൺഗ്രസ്സുകാരന്, ഇവിടെ കേൾക്കുന്ന ഈ ക്രൈസ്തവന്, ഇവിടെ കേൾക്കുന്ന മുസ്ലിങ്ങളൊക്കെ ആലോചിക്കേണ്ടതാണ്. എത്ര ദീർഘവീക്ഷണത്തോടു കൂടിയാണ് നരേന്ദ്രമോദി സർക്കാർ ഈ കമ്മ്യൂണിറ്റിയെ സംരക്ഷിക്കാൻ വേണ്ടി ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ട് നടന്ന് ഒരു കമ്മിറ്റിയെ ഫോം ചെയ്തിട്ട് ഇവരെ പറ്റി പഠിച്ചിട്ടാണ്, ഏതായാലും 4ഓളം കമ്മിറ്റി, ഇവരാണ് ഏറ്റവും കൂടുതൽ, ഇവരെ സഹായിക്കാൻ വേണ്ടി ഗവൺമെൻറ് 10% റിസർവേഷൻ കൊടുത്തു. ഈ 10% റിസർവേഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഗവൺമെൻറ് ഒരു തീരുമാനം കൂടെ എടുത്തു. അതായത് പോലീസ് സർവീസിൽ, അതേപോലെ ഡിഫൻസുമായിട്ട്, അതായത് JNK റെജിമെൻറ്റും അങ്ങനെയുള്ള റെജിമെൻറ്റിലൊക്കെ ഇവരുടെ ആൾക്കാരെ എടുക്കും. കാരണം ഇവർ മലയിലൊക്കെ കയറിപ്പോകാനും ഈ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ പട്ടാളത്തിന് ഈ തീവ്രവാദികളുടെ സാന്നിധ്യം എവിടെ ഉണ്ട് ഇതൊക്കെ എനിക്ക് അറിയാവുന്ന നേരിട്ട്. കാരണം എനിക്ക് ടെറൈൻ അറിയാം, ഈ ഭാഗത്തൊക്കെ ഞാൻ പോയിട്ടുണ്ട്. ഇവരാണ് ഇൻഫർമേഷൻ കൊടുക്കുന്നത്. ഇപ്പോൾ പലപ്പോഴും നിങ്ങൾ കണ്ടില്ല, പല തീവ്രവാദികളും വെടിവെച്ച ശേഷം, അതായത് സ്കൂൾ ബസ്സിന് വെടിവെച്ചു, അല്ലെങ്കിൽ ആർമി ക്യാമ്പിന് വെടിവെച്ചു, ഇവർ വനത്തിലോട്ടും മലയിലോട്ടും അങ്ങ് പോകും. പക്ഷേ ഇന്ത്യൻ ആർമിക്ക് അത്രമാത്രം ഈ മൗണ്ടൻ വാർഫെയർ, ഇത് സെർച്ചിനൊന്നും പറ്റത്തില്ലല്ലോ. കാരണം അവർ പല ഇതായിട്ട് വരുന്നവരല്ലേ. പക്ഷെ ഇവർക്കാണെങ്കിൽ അവരുടെ ആ ടെറൈനാത്, അവർക്ക് ഈസി ആയിട്ട് അവിടെ മേളിൽ കയറിപ്പോയി സംഭവം നോക്കി കാര്യങ്ങൾ അറിഞ്ഞ് പഠിച്ച് ഇന്ത്യൻ ആർമിക്ക് ഇൻഫർമേഷൻ കൊടുക്കുക. കാരണം ഇവരധികം ബേസിക്കലി അവിടെയുള്ള ഇന്ത്യൻ ആർമിയുടെ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് രഹസ്യങ്ങൾ കൈമാറുന്നവരാണ്. അതാണ് ഈ പഹാഡി ഗ്രൂപ്പിൻ്റെ പ്രത്യേകത. ഇതെനിക്ക് നേരിട്ട് അറിയാവുന്ന വസ്തുതയാണ്. അപ്പോൾ ഇനി അടുത്തൊരു പോയിന്റിലോട്ട് വരാം. അപ്പോൾ അത്രമാത്രം കണക്റ്റഡ് ആണ്. എവിടെയൊക്കെയാണ് ഇവരിയ്ക്കുന്നത്, ഒറ്റയ്ക്ക് എവിടെ ഇരിക്കുന്നു, എത്ര വെപ്പൺസ് അവരുടെ കയ്യിലിരിക്കുന്നു, ഇതൊക്കെ ഈ പഹാഡികൾ കറക്റ്റായിട്ട് ഇൻഫർമേഷൻ ഇന്ത്യൻ ആർമിക്കും അവിടെ ജോലി ചെയ്യുന്ന JNK ഓപ്പറേഷൻ്റെ അകത്തൊക്കെ ഇവർ കറക്റ്റായിട്ട് ഇൻഫർമേഷൻ കൊടുക്കും. അവിടെ പോലീസിന് കൊടുക്കത്തില്ല. കാരണം അവർ പറയുന്നത് അവിടുത്തെ പോലീസുകാർ ഭൂലോ കള്ളന്മാർ. കാരണം ആർട്ടിക്കിൾ 370 അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്ത സമയത്ത് നിങ്ങൾ കണ്ടു കാണും, അവിടുത്തെ അവരുടെ പോലീസുകാരനെ നിന്ന് ആദ്യം വെപ്പൺ എടുത്ത് മാറ്റി. കാരണം അവിടെ പോലീസിനകത്തുള്ള മുസ്ലിം ഭൂരിപക്ഷം എല്ലാം ഈ സെപ്പറേറ്റിസ്റ്റിനെ അനുകൂലിക്കുന്നവരാണ്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അവിടെ ഈ സെൻട്രൽ റൂൾ ഉണ്ടായ സമയത്ത് ഈ പഹാഡികളായ ഒത്തിരി പേരെ അവിടെ JNK പോലീസിനകത്ത് കയറ്റി. കാരണം ഒരു ബാലൻസ് ഓഫ് ആക്ടിൻ്റെ ഭാഗമായിട്ട്
ഇതവിടെയുള്ള പല സെപ്പറേറ്റിസ്റ്റിനെ അനുകൂലിക്കുന്നവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ആദ്യത്തെ പോയിന്റ് പിടികിട്ടിയാൽ എന്താണ് ഈ സംഭവം. രണ്ടാമത്തത്, ഇവർക്ക് ഈ 10% റിസർവേഷൻ കൊടുത്തപ്പോൾ രണ്ടാമത്തെ പോയിന്റാണ്, ഇവരവിടുത്തെ പോലീസിലും സർക്കാർ സർവീസിലും, കാരണം 10 വർഷം കഴിയുമ്പം ഈ പലരും 10-15 വയസ്സാവുള്ളപ്പോഴാണ് ഈ സ്കൂളിൽ പോകുന്നത്. ഇവരൊക്കെ പഠിച്ചു പോകുന്നത്, ഇവരുടെ അടുത്ത തലമുറ പഠിക്കാൻ തുടങ്ങി. ഇവരൊക്കെ അവിടുത്തെ ഗവൺമെൻറ് സർവീസിലോട്ട് കയറാൻ തുടങ്ങി. അവർക്ക് അഡ്മിഷൻ കിട്ടാൻ തുടങ്ങി. അതായത് മെഡിക്കൽ കോളേജിലാണെങ്കിലും എഞ്ചിനീയറിംഗിന് റിസർവേഷനുണ്ട്. ഇതവിടെ ഭൂരിപക്ഷമായ, കാരണം അവിടെ ഹിന്ദുക്കൾ ന്യൂനപക്ഷമാണ്, അവിടെ ഭൂരിപക്ഷമായ ഈ മുസ്ലിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അതായത് തീവ്രവാദികളെ അനുകൂലിക്കുന്നവന്മാരെയുമാരെ. കാരണം അവർക്ക് പിടികിട്ടി ഇവരെല്ലാം കൂടെ ഈ സർക്കാർ സർവീസിലും പോലീസിലും പട്ടാളത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവരുടെ സെപ്പറേറ്റിസ്റ്റ് മോഹം എന്നേക്കുമായി ഇല്ലാതായി. ഞാൻ പറഞ്ഞു പിടികിട്ടിയ സംഭവം ഭയങ്കര സംഭവമായി, ഭയങ്കര രസകരമാണ്. ഇപ്പോഴവർ പറയുന്ന കാര്യം എന്ത്, ഈ പറയുന്ന അവിടെ PDP ആണെങ്കിലും നാഷണൽ കോൺഫറൻസ് ആണെങ്കിലും കോൺഗ്രസിൻ്റെ ഒക്കെ എല്ലാ മുസ്ലിം ലീഡേഴ്സ് അവർ പറയുന്ന സംഭവം എന്താണെന്നറിയും, അവിടെ പഹാടികളായിട്ട്, ഇത് മനസ്സിലാക്കി, ഇത് പഞ്ചാബിൻ്റെ ബോർഡറുമായിട്ട് ഇങ്ങനെ ചേർന്ന് പോകുന്നതാണ്, ഇതങ്ങ് പോകുന്നുണ്ട്. ഈ പഹാടികൾ അവർ ഹിന്ദുക്കളല്ല ഭൂരിഭാഗവും, അതുകൊണ്ട് അവർക്കത് കൊടുക്കരുത്. കാരണം ഹിന്ദുക്കൾക്കല്ലേ റിസർവേഷനുള്ളൂ, ST കാറ്റഗറി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ തൊണ്ടായ സമയം ഈ പഞ്ചാബിൽ റിവൈവൽ നടന്നത് ക്രിസ്ത്യൻ കൺവേർട്ട്, കാരണം ഇവരെല്ലാം ബാക്ക്വേർഡ് ക്ലാസ്സാണ്. കാരണം അവിടെയുള്ള ഈ അപ്പർ കാസ്റ്റുകൾ ഇവരെ പരിഗണിക്കുന്നില്ല. അതുകൊണ്ട് എന്തു ചെയ്തു, ഇവരെല്ലാം കൂടെ അങ്ങ് പെന്തക്കോസ്റ്റിലങ്ങ് പോയി ക്രിസ്ത്യനായിട്ട് കൺവേർട്ട്. കാരണം മനസ്സിലാക്കി ഇവരുടെയൊക്കെ ചർച്ചിനൊക്കെ പ്രൊട്ടക്ഷൻ നോക്കുന്നൊക്കെ സൈന്യമാണ്. കാരണം അവർക്ക് സോഷ്യൽ ഗ്യാതറിങ്ങും സംഭവങ്ങളും എഡ്യൂക്കേഷനും ഹെൽത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഈ ചർച്ച് മുഖാന്തരം ഇവർക്ക് കിട്ടാൻ തുടങ്ങി. ഹൈലി പാട്രിയോട്ടിക്കുക. ഇപ്പം ചർച്ചിനെ അവിടുത്തെ സൈന്യം ഗ്രൂപ്പുകൾ അവർ കാരണം ഇവർ ഒറ്റപ്പെടുന്ന ധാരണ ഉണ്ടാവരുതല്ലോ. കാരണം അവിടെയുള്ള മുസ്ലിം പഹാടികൾ ഇവരെ എതിർക്കാൻ തുടങ്ങി. അപ്പോൾ അവിടെ പ്രശ്നമായി, ഇവർ കൺവേർട്ട് ചെയ്തു. ഇതിൻ്റെ പേരിലാണ് അടുത്ത സംഭവം നടക്കുന്നത്. ഇത് ഹിന്ദുക്കളല്ലാത്തത് കൊണ്ട് അവർക്ക് ഈ ആനുകൂല്യം കൊടുക്കരുത്. കാരണം പഹാടിയിൽ ഏകദേശം ഒരു 10-60% കൺവേർട്ടായി. അപ്പം അതിനെയെല്ലാം എതിർത്തുകൊണ്ട് മനോജ് സിൻഹ അവിടുത്തെ ഗവർണർ ഇത് സൈൻ ചെയ്തപ്പം പറഞ്ഞാണ് അവർ അർഹിക്കുന്നവരാണ്. ഇന്ന് ആ കമ്മ്യൂണിറ്റി അവിടുത്തെ ടെററിസ്റ്റിനെ ഏറ്റവും കൂടുതൽ അവരുടെ ഇൻഫർമേഷൻ ഇന്ത്യൻ പട്ടാളത്തിനും ഇന്ത്യൻ സൈനിക ഓപ്പറേഷനും കൈമാറുന്നവരാണ്. ഏറ്റവും കൂടുതൽ പേടിയുമാർക്ക് ഇവരെയാണ്. കാരണം ഇവരെല്ലായിടത്തും ഉണ്ട്. ഇപ്പം ഞാൻ ഈ പറയുന്ന ഈ പഹാടെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അവിടെയൊക്കെ എപ്പോഴും ഈ ഐസ് വീഴുന്ന സ്ഥലമാണ്. അപ്പം ഞാൻ കണ്ടിട്ടുണ്ട് ഇവരെ, നമ്മളിങ്ങനെ പുതച്ചു മൂടി അവിടെ പോകാൻ നേരത്ത് 2 ഷൂ ഒക്കെ വെച്ചിങ്ങനെ പോകാൻ നേരത്ത് ഇവർ ചെരുപ്പ് പോലും ഇല്ലാതെ ഈ ഐസിൻ്റെ കൂടെ മേളിൽ കയറിപ്പോവും. അവനവിടെ ജീവിച്ച് വളർന്ന സ്ഥലമാണ്. അപ്പം അത്രമാത്രം അതിന് ഫെമിലറൈസാണ് ആ സംഭവം. അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇന്ത്യൻ സൈന്യമാണ്. കാരണം ഇന്ത്യൻ സൈന്യത്തിൻ്റെ കോൺട്രാക്ട് ജോലി അവർക്കാണ് കൊടുക്കുന്നത്, അവരാണിത് ചെയ്യുന്നത്. കാരണം കോൺട്രാക്ടേഴ്സ് എടുത്തിട്ട് ഇവർക്കാണ് ഈ ജോലി കൊടുക്കുന്നത്. പാവം പിടിച്ചവരായവർ ഇപ്പോഴവരുടെ ജീവിതത്തിൽ മാറ്റമുണ്ടായി. അവർക്ക് ജോലി കിട്ടുക, അവർക്ക് എഡ്യൂക്കേഷൻ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്കീം അനുസരിച്ച് പിള്ളേർക്ക് എഡ്യൂക്കേഷൻ കിട്ടി, അവരുടെ ലൈഫ് മാറി, അവനവിടെ ജോലി കിട്ടാൻ തുടങ്ങി. അപ്പം ഇവരുടെ ഈ പറയുന്ന ടെററിസ്റ്റ് ബന്ധപ്പെട്ട അവിടുത്തെ മുസ്ലിം ഗ്രൂപ്പിന് അവർക്ക് പേടിയായി. ഇതിൻ്റെ പേരിൽ നടന്ന സംഭവമാണ്. ഇപ്പോൾ കേരളത്തിൽ റിസർവേഷൻ അനുകൂലമായിട്ടല്ലേ ഇവിടെ സമരം ചെയ്യുന്നത് സുഡൂസും ഈ പറയുന്ന ആൾക്കാരും. അവിടെ എന്താ റിസർവേഷനെ എതിർക്കുന്നത്? കാരണം പിടികിട്ടി സംഭവം പിച്ച് മാറി. അതായത് മോദി ഗവൺമെൻറ് ഏറ്റവും വലിയ സ്ട്രാറ്റജിയാണ് ഈ കമ്മ്യൂണിറ്റിക്ക് 10% റിസർവേഷൻ കൊടുത്തത്. അതായത് വരാൻ പോകുന്ന 10-20 വർഷം കൊണ്ട് അവിടുത്തെയുള്ള ഗവൺമെൻറ് സർവീസിലും അവിടുത്തെ പോലീസിലും സ്റ്റേറ്റ് പോലീസിലും ഇവരുടെ സാന്നിധ്യം ഭയങ്കരമാകും. കാരണം ഇവർ ഇന്ത്യൻ സൈന്യവുമായിട്ട് ഹൈലി പാട്രിയോട്ടിക്, ഇവർ ഒരു വിട്ടുവീഴ്ചയും കാണിക്കത്തില്ല. 100-150-200 പേരെ വെടിവെച്ച് കൊന്നിട്ട് പോലും അവരവരുടെ ജോലി ചെയ്തുകൊണ്ടിരുന്നു, അവർ ഭയക്കാതെ. അതുപോലെ പലപ്പോഴും ഈ ടെററിസ്റ്റുകളെ ഒരു വെപ്പണും ഇല്ലാതെ ഇവന്മാർ കയറി പിടിച്ചിട്ടുമുണ്ട്. അതുമല്ല അവിടെ ഇന്ത്യൻ സൈന്യം ഇവർക്ക് ട്രെയിനിങ്ങും കൊടുത്തിട്ടുണ്ട്, വെപ്പൺസും കൊടുത്തിട്ടുണ്ട്, അവനെ ഫയർ ചെയ്യാൻ. അപ്പം ആ കമ്മ്യൂണിറ്റിക്ക് റിസർവേഷൻ കൊടുത്തതാണ് ഈ പറയുന്ന കാശ്മീരിലുള്ള തീവ്രവാദികളെ അനുകൂലിക്കുന്നവർ പേടിച്ചു പോയത്. അതിനെ കോൺഗ്രസ് അനുകൂലിച്ചു.
അവിടെയുള്ള പ്രതിപക്ഷം അനുകൂലിച്ചു, ഭരണപക്ഷം അനുകൂലിച്ചു. ആകെ അതിനെ സപ്പോർട്ട് ചെയ്യാത്തത്, എതിർക്കുന്നത് BJP മാത്രമുള്ള ആ മൂവ്മെൻറ്റിൽ. അത് കേരളത്തിൽ പല ആൾക്കാരും മനസ്സിലാക്കുക, ഏതൊക്കെ തന്ത്രങ്ങളും നയങ്ങളും അനുസരിച്ചാണ് ഇന്ത്യ ഗവൺമെൻറ് ഈ പറയുന്ന കാശ്മീരിൽ സമാധാനം ഉണ്ടാക്കിയത്. ഒരു 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 ആർട്ടിക്കിൾ കൊണ്ടുവന്നല്ല ഉണ്ടാക്കിയത്, ഒത്തിരി ഓപ്പറേഷൻസ് സ്ട്രാറ്റജി ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടുണ്ടാണ് ഈ പഹാഡീസ് അത് ഇന്ത്യയുടെ ഭാഗമായിട്ട് മാറി. അവിടെയാണ് മോദി ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്.